വണ്ടിക്കാരൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹൻ സൈറ്റിൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പേരിലേക്കുള്ള വണ്ടി മറ്റൊരാളുടെ പേരിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, RC ഓണർഷിപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള പറ്റിയൊരു വീഡിയോ ആണ്. ഞാൻ ഒരു സെക്കൻഡ് വണ്ടി മേടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് ചേഞ്ച് ചെയ്തതിൻ്റെ ഇതാട്ടോ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കണേ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് വീഡിയോൻ്റെ അവസാനമാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണും കേട്ടോ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ വരുന്ന ചിലവ്, അതുപോലെ തന്നെ നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം, അതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലിലേക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വേറെ എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരു വാഹനം കൈമാറുമ്പോൾ അതിൻ്റെ പേര് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് വിൽക്കണ ആൾ തന്നെ അത് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫോണിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുള്ള വീഡിയോ ആണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഏജൻസിക്ക് ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളെന്നും വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ വാഹൻ സൈറ്റ് വെച്ചിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഫോം 29 30 PDF ഫയൽ ഡൗൺലോഡ് വയ്ക്കുക. അത് ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ എടുത്തിട്ട് ഫോം 29 30 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2 PDF ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്ത് വയ്ക്കുക. ശേഷം അത് മെയിൽ ചെയ്തോ വാട്സപ്പ് ചെയ്തൊക്കെ നമുക്കത് പ്രിൻറ്റ് ചെയ്തെടുക്കാം. ഏതെങ്കിലും കഫേയിലൊക്കെ പോയി അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫോം 30 2 പേജ് ഉണ്ട്. അതുപോലെ ഫോം 29 ആകുമ്പോൾ ഒറ്റ പേജുള്ളൂ. അപ്പോൾ രണ്ടിൻ്റെയും ഒരു പ്രിൻ്റ് എടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് ഫില്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വഴി തന്നെ പറഞ്ഞുതരാം. അപ്പോൾ അത് ഫില്ല് ചെയ്യണം. പിന്നെ നമ്മൾ ഫീസ് അടയ്ക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം പറയാം. അപ്പോൾ അതായത് നമുക്ക് ഈ ഫോം 29 30 എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഫോം 29 നമുക്ക് ഒറ്റ പേജ് വരുന്നുള്ളൂ. അതിൽ വിൽക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് മേളിൽ, അതുപോലെ തന്നെ വണ്ടിയുടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിന് ശേഷം ഇന്ന ആൾ മേടിക്കുന്നു എന്നുള്ള രീതിയിൽ നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കുക. താഴെ വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും സിഗ്നേച്ചർ ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് ഫോം 30 എടുത്തൊക്കെയാണെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. അതിൽ ആദ്യത്തെ പാർട്ട് 1 വരുന്നത് വിൽക്കുന്ന ആൾ ഞാൻ ഇന്ന വണ്ടി വിൽക്കുന്നു എന്നുള്ളതിന് ഒരു ഫോമാണ്. അതിൽ ഡീറ്റെയിൽസും കാരണം കൊടുത്തിട്ട് വിൽക്കുന്ന ആളുടെ ഒരു സിഗ്നേച്ചർ വേണം. അതിനുശേഷം പാർട്ട് 2 വരുമ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വാങ്ങുന്നു എന്നുള്ള രീതിയിൽ അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും പേരെല്ലാം കൊടുത്തിട്ട് താഴെ വാങ്ങുന്ന ആളുടെ ഒരു സിഗ്നേച്ചറും വേണം. ട്രാൻസ്ഫറർ എന്നുള്ളിടത്ത് വിൽക്കുന്ന ആളും ട്രാൻസ്ഫറർ എന്നുള്ളിടത്ത് മേടിക്കുന്ന ആളാണ് സിഗ്നേച്ചർ കൊടുക്കുന്നത് കേട്ടോ. ഫോം 29 30 ഇത്രയൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് ഓൺലൈനിൽ എങ്ങനെ ഫീസ് എടുക്കാനെ പറ്റി നോക്കാം. അതായത് വാഹൻ സൈറ്റിന് ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഒട്ടുമിക്ക വാഹനങ്ങളുടെയും ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്ത വാഹനമാണെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ, കാരണം അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒട്ടുമിക്ക വാഹനങ്ങളുടെയും ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമാവില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു പേജിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോം കിട്ടും. അതിൽ രജിസ്ട്രേഷൻ നമ്പർ, ചേസിസ് നമ്പർ, അതുപോലെ എഞ്ചിൻ നമ്പർ, ഇതെല്ലാം ഫുള്ളായിട്ട് വേണം. ചേസി നമ്പറും ഫുള്ളായിട്ട് വേണം. അപ്പോൾ ഞാനതെല്ലാം ക്ലിപ്പ് ബോർഡിൽ സേവ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാനവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ ആരുടെ പേരിലാണോ ആളുടെ നമ്പറാണ് കൊടുക്കാൻ കേട്ടോ. അതിന് ശേഷം ആളുടെ നമ്പർ കൊടുക്കുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഓണർഷിപ്പ് ട്രാൻസ്ഫറിലാണ് വരുന്നത്. അപ്പോൾ കാണിക്കാം. ഇപ്പോൾ നമ്മൾ ആരുടെ പേരിലാണോ വണ്ടി ആളുടെ നമ്പർ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഈ എഞ്ചിൻ നമ്പർ, ചേസി നമ്പർ, രജിസ്ട്രേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ വരും. അതിനുശേഷം നമ്മൾ വിൽക്കുന്ന ആളുടെ നിലവിൽ ആരാണോ ഓണർ ആളുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിൻകോഡും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നമുക്ക് OTP ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ നമ്പർ തന്നെയാണെന്നുള്ളത് വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേസുള്ളൂ. നമുക്കിവിടെ ജനറേറ്റ് OTP കൊടുത്ത് OTP കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ഒരു OTP പേസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഡീറ്റെയിൽസ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ നമ്പർ അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞു. ഈ നമ്പർ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ വാഹൻ സെറ്റിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഈ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് അത് ചെയ്യണം. സേവ് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നേരെ തന്നെ നമുക്ക് ഓണർ ട്രാൻസ്ഫറിലേക്ക് പോകാം. അതിനുവേണ്ടി വീണ്ടും നമ്മൾ ആ ഒരു വാഹൻ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിന് ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞു താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വണ്ടിയുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം പ്രൊസീഡ്, അതിൽ നമ്മുടെ അതിന് തന്നെ ചെറിയൊരു ഡീറ്റെയിൽസ് വണ്ടിയുടെ കിട്ടും. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹൻ സൈറ്റിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ കാണാം കേട്ടോ. അത് രണ്ടാമത് കാണുന്ന ഓപ്ഷനാണ് നമ്മുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ വരുന്നത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണേ. അടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ചേസിസ് നമ്പർ കൊടുക്കണം. വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ നേരത്തെ കൊടുത്തു, അവിടെ വന്നിട്ടുണ്ടോ. അതിന് താഴെ നമ്മൾ ചേസിസ് നമ്പർ കൊടുക്കുക. ചേസിസ് നമ്പറിൻ്റെ അവസാനത്തെ 5 ഡിജിറ്റാണ് കൊടുക്കണ്ടേ. അതിനുശേഷം നമ്മൾ രജിസ്ട്രേഷൻ നമ്പറും ചേസിസ് നമ്പറും വാലിഡേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്ത ഫോൺ നമ്പർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് OTP വരും. ആ OTP ജനറേറ്റ് ചെയ്ത് അത് വേസ്റ്റ് ചെയ്ത് നമ്മൾ കൺഫേം ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. വാഹന സൈറ്റിൽ എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് ഒരു വെരിഫിക്കേഷൻ ചെയ്യണം കേട്ടോ. ഇവിടെ നമുക്ക് എല്ലാ ഓപ്ഷൻസും കാണാം. ഇപ്പോൾ നമ്മുടെ അടുത്ത ഓപ്ഷനിലെ എല്ലാ സബ് ഓപ്ഷൻസും കാണാം. നമുക്ക് വേണ്ടത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പാണ്. അപ്പോൾ നമ്മളത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫോം കിട്ടും. ആ ഫോമിൽ വാങ്ങണ ആളുടെ ഡീറ്റെയിൽസ് അതുപോലെ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസും കൊടുത്ത് നമുക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് കേട്ടോ ആ ഒരു പേജ്. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. കുറച്ചൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. ബാക്കി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ മേടിക്കുന്ന ആളുടെ ഡീറ്റെയിൽസാണ്. ഓണർ നെയിം, അതുപോലെ ഫാദറിൻ്റെ നെയിം, അതുപോലെ സെയിൽ ഡേറ്റ്. ഫോം 29 കൊടുത്ത സെയിൽ ഡേറ്റ് തന്നെ ആയിരിക്കണം അവിടെ വരേണ്ടത്. അതുപോലെ മേടിക്കുന്ന ആളുടെ നമ്പർ, ഇവിടെയാണ് നമ്മൾ മേടിക്കുന്ന നമ്പർ അസൈൻ ചെയ്യണേ. അപ്പോൾ നമ്മൾ മേടിക്കുന്ന നമ്പർ ഇവിടെ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ നമ്പർ വെരിഫൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് OTP ജനറേറ്റ് ചെയ്ത് ആളുടെ നമ്പറിലേക്ക് തന്നെ OTP നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമുക്ക് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാൻ പറ്റും. താഴേക്ക് വരുമ്പോൾ നമുക്ക് അഡ്രസ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് മേടിക്കുന്ന ആളുടെ അഡ്രസ്സാണ് കാര്യങ്ങൾ വരുന്നത്, അല്ലാണ്ട് കൊടുക്കുന്ന ആളുടെ അല്ല. അപ്പോൾ മേടിക്കുന്ന ആളുടെ അഡ്രസ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കാം. കാരണം മേടിക്കുന്ന ആളുടെ അഡ്രസ്സാണ്, ബാക്കി കൊടുക്കുന്ന ആളുടെ അഡ്രസ്സെല്ലാം തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ മേടിക്കുന്ന ആളുടെ അഡ്രസ്സും കാരണം കൊടുക്കുക. അതുപോലെ താഴേക്ക് വരെ നമുക്കിവിടെ ഏത് RTOസിലാണ് സബ്മിറ്റ് ചെയ്യാൻ പോണേ അതോടെ സെലക്ട് ചെയ്യണം. ഇവിടെ സെലക്ട് RTO എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് RTOസിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോണേ അവിടെ കൊണ്ടുപോയത് അവിടെ ആ RTOs നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ശേഷം ഇൻഷുറൻസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതിപ്പോൾ എല്ലാ ഡീറ്റെയിൽസും തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഡീറ്റെയിൽസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിവിടെ ഫീസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 150 രൂപ പ്ലസ് 35 രൂപ സർവീസ് ചാർജ് കഴിഞ്ഞ് 185 രൂപയാണ് അതിൻ്റെ ഒരു ഫീസ് വരുന്നത്. നമ്മൾ ഓൺലൈനിൽ ഫീസ് പേയ്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മളിതെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. എല്ലാം കറക്റ്റ് അല്ലെന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ എന്ത് ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഫീസ് അടച്ചതിന് ശേഷം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫീസ് അടച്ച് വെറുതെ പോകും. അപ്പോൾ എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ പേര് ഡീറ്റെയിൽസ് അഡ്രസ്സൊക്കെ കൊടുക്കുമ്പോൾ ആധാർ കാർഡിലുള്ള പോലെ കൊടുക്കുക. മേടിക്കുന്ന ആളുടെ ആധാർ കാർഡ് നോക്കി അതിലുള്ള പോലെ തന്നെ കൊടുക്കുക, കറക്റ്റായിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇവിടെ താഴെ നമുക്ക് ഇതൊന്ന് ഡ്രാഫ്റ്റ് സേവ് ചെയ്ത് വയ്ക്കുക. പിന്നീട് ഫീസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പ്രൊസീഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്നുകൂടിയും ചെയ്യണമെങ്കിൽ റീസെറ്റ് ബട്ടൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പ്രൊസീഡ് കൊടുക്കുകയാണ്. പ്രൊസീഡ് കൊടുത്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ടൊരു വിൻഡോ വരും. അതിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് അവിടെ കാണിക്കും. അപ്പോൾ അതൊന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് അല്ലേന്ന്. ആ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മേളിൽ കൺഫേം ഡീറ്റെയിൽസ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല അത് ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് കേട്ടോ. എഡിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കറക്റ്റാണ് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ കൺഫേം ഡീറ്റെയിൽസ് കൊടുക്കുക. ഏകദേശം നമ്മൾ നേരെ പോണത് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ്. നമുക്ക് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം. ഞാൻ അവിടെ കാർഡാണ് യൂസ് ചെയ്തത്. മറ്റു പല ഓപ്ഷൻസും ഉണ്ട് പേയ്മെൻറ്റ് എടുത്താനായിട്ട്. ഇപ്പോൾ 185 രൂപ നമ്മൾ ഇതിൽ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോണേ. ഇതിൽ നമ്മൾ ഈ ട്രഷറി സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ടിക്ക് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടെന്ന് കാണാം. അവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ വന്നേക്കണത് നെറ്റ് ബാങ്കിങ് ഉണ്ട്, അതുപോലെ കാർഡ് പേയ്മെൻറ്റ് ഉണ്ട്, UPI പേയ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യുന്ന അത്യാവശ്യം എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അത് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കാർഡാണ് യൂസ് ചെയ്യണത്. അപ്പോൾ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നോക്കാം കേട്ടോ. പേയ്മെൻറ്റിന് ശേഷം നമുക്കൊരു റെസിപ്റ്റ് ലഭിക്കും. ഇങ്ങനെയാണ് റെസിപ്റ്റ് തന്നെ. അപ്പോൾ നമുക്കിതിൽ അത് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ നമുക്കിതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിപ്പോൾ ഫോം 29 ഡൗൺലോഡ്, അതുപോലെ ഫോം 30, അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് സേവ് ചെയ്ത് വെക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു
പ്രിൻ്റ് ഔട്ട് നമുക്ക് RTOസിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് ഫോം 29-13 ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്കിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇനിയും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യണം സ്കാൻ ചെയ്തിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ രണ്ടാമതോടെ ചെയ്യണേ. അതിനായിട്ട് വാഹന സൈറ്റിൽ ഒന്നുകൂടി കയറാം. അതിനുശേഷം ആ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിൽ ആഡ് പെൻഡിങ് ഓർ മോഡിഫൈഡ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് കിട്ടും. അതിൽ നമുക്ക് പുതുതായിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ, 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പെൻഡിങ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കണം കേട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ ഫോം 29-30 നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ, ചേസിസ് നമ്പർ, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, ഇത്ര കാര്യങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം നമുക്ക് OTP ജനറേറ്റ് ചെയ്ത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഓണറിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ വരും, നിലവിലുള്ള ഓണറിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ താഴെ നമുക്ക് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ചെയ്തത്, അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പേജാണത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. ഇതിൽ നമ്മൾ ഫോം 29-30 അഡ്രസ് പ്രൂഫും പിന്നെ പാൻ കാർഡും ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. നിലവിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മുടെ ഫോണിൽ അഡോബ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു സ്കാൻ ചെയ്ത് PDF ആക്കിയിട്ട് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത ആ ഒരു ഫോം 29-30 നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഓൺലൈനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ ചെയ്യേണ്ട അതിൻ്റെയൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തുമ്പോൾ RTOസിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫോം 29-30 നമ്മൾ ഫില്ല് ചെയ്ത ഫോം 29-30 വേണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് ഞാൻ പറഞ്ഞു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് വേണം. അതുപോലെ പൊല്യൂഷൻ്റെ ഒരു പേപ്പർ വേണം, ഇൻഷുറൻസിൻ്റെ ഒറിജിനൽ വേണം, അതുപോലെ ഒറിജിനൽ RC ബുക്ക്, ഒപ്പം മേടിക്കുന്ന ആളുടെ അഡ്രസ് പ്രൂഫ് വേണം, ആധാർ കാർഡ്, അങ്ങനെ എന്തെങ്കിലും. പിന്നെ 50,000 മേളിലാണ് ട്രാൻസാക്ഷൻ എങ്കിൽ നിങ്ങൾ മേടിച്ച വണ്ടിയുടെ റേറ്റ് 50,000 മേളിലാണെങ്കിൽ അതിന് പാൻ കാർഡോടെ വേണ്ടി വരും. ഇത്ര കാര്യങ്ങൾ RTOസിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനൊരു കവറും കാര്യങ്ങളും വേണം കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് പോസ്റ്റ് വഴി വരാനായിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ചൊരു കവറും കാര്യങ്ങളും വേണം. ഇത്രയൊക്കെയാണ് നമ്മളവിടെ RTOസിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അവരുടെ പേര് മാറാൻ കൊടുക്കണേക്ക് മുമ്പ് ടെമ്പററി അഡ്രസ്സിൻ്റെ അവിടെ അഡ്രസ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും പ്രിൻ്റായി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. RC ബുക്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ആദ്യം ചേഞ്ച് ചെയ്യാനുള്ള അപേക്ഷ വെക്കണം. എന്നിട്ട് വേണം നമ്മൾ പേര് മാറാനുള്ള അപേക്ഷ വെക്കാൻ കേട്ടോ. അതുപോലെ തന്നെ വണ്ടി മേടിക്കുന്നതിന് മുമ്പ് വണ്ടി ബ്ലാക്ക് ലിസ്റ്റഡ് ആണോ, എന്തെങ്കിലും ഫൈൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യാനുള്ള ഞാൻ ഇപ്പോൾ കാണിച്ചിട്ട് കേട്ടോ. ഇത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്കിൽ കയറാം. അതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ നിങ്ങളുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഷോർട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വണ്ടിയുടെ പേരിൽ ബ്ലാക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഫൈൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം തീർത്തിട്ട് നിങ്ങൾക്ക് പേര് പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് തീർത്തിട്ട് വേണം നിങ്ങൾ പേര് വാങ്ങാനുള്ള അപേക്ഷിക്കാൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കാത്ത പോകുന്നൊരു കാര്യമുണ്ട്. എല്ലാവരും വണ്ടി വാങ്ങിച്ചതിന് ശേഷം ഇൻഷുറൻസിൻ്റെ പേര് മാറാൻ മുട്ടുമിക്ക ആൾക്കാരും അത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അത്ര പ്രശ്നം നമുക്ക് അധികം വരാറില്ലെങ്കിലും ഒരു വാഹനത്തിന് എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമുക്ക് ഇൻഷുറൻസിൻ്റെ ക്ലെയിം ലഭിക്കില്ല. കാരണം വണ്ടി ഇരിക്കുന്നത് വേറെ ആളുടെ പേരിലും ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് വേറെ ആളുടെ പേരിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല, വളരെ വലിയൊരു നഷ്ടം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്തായാലും ഇൻഷുറൻസിൻ്റെ പേരും നിർബന്ധമായിട്ട് മാറ്റിയിരിക്കണം. 50 രൂപയുടെ ചിലവ് നമുക്ക് വരുന്നുള്ളൂ. അതിന് വേണ്ടി ഒരു ഫോം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നൊരു ഫോമാണ്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡ്രൈവിൽ. അപ്പോൾ നമുക്ക് ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അത്ര അവൈലബിൾ ആയിരുന്നില്ല ആ ഒരു ഫോം. അപ്പോൾ ഞാനത് ഡ്രൈവിലിട്ട് ലിങ്ക് ഞാൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാം. അതിൽ ജസ്റ്റ് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും, അതുപോലെ നിങ്ങളുടെ പേരിലേക്ക് വണ്ടി മാറിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഫോം, അതുപോലെ നിങ്ങളുടെ പേരിലാണ് വണ്ടി എന്നുള്ളതിൻ്റെ RC ബുക്കിൻ്റെ ഒരു കോപ്പിയും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് നിങ്ങളുടെ പേരിലേക്ക് മാറി കിട്ടും. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഉണ്ട്, നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം തന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നന്ദി.